നാളെ എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളാണ്. അതിന് കുറച്ച് നോട്ട്സ്, അതേപോലെ ഞങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. പിന്നെ അവന് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണിച്ചു തരാം. ഇതും സാധനങ്ങൾ, അവൻ്റെ വിഷ് ലിസ്റ്റിലുള്ള സാധനങ്ങൾ നമ്മൾ പൊക്കിയെടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ ഇന്നലെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ എടുത്തതാണ്. കവർ ഫ്ലിപ്കാർട്ടിൻ്റെ ഒപ്പിച്ചതാണ്. പിന്നെ അവനൊരു ഫോട്ടോ ഫ്രെയിം ഞാനിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. നോക്കൂ ഗായ്സ്, ഈ ഫോട്ടോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനാണ് എഡിറ്റ് ചെയ്തത്. കാരണം ഇപ്പോൾ അത് ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന, പിന്നെ നമ്മളുടെ ഞാൻ ബിലീവ് ചെയ്യുന്നതാണ് 11/11 അത്. പിന്നെ ഒരു കോഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എഡിറ്റ് ചെയ്തതാണ് ഗൈസ്. ബ്ലാക്ക് കളർ ഫോൺ കവർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഗൈസ്, പ്ലെയിൻ ഫോൺ കവർ ഐക്യൂടെയാണിത്. ഇത്രയേ ഉള്ളൂ. 12 മണിയാകുമ്പം ഗിഫ്റ്റ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കാം. അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അവൻ എക്സ്പെക്റ്റ് ചെയ്യുമെന്നില്ലോ എന്ന് എനിക്കറിയില്ല, നോക്കാം. ആദ്യം അവന് വിഷ് ചെയ്തിട്ട് ഞാൻ കൊടുത്തത് ഈ ഒരു കാർഡ് മാത്രമാണ്. അവൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഇന്നലെ ഞങ്ങൾ രാത്രി ഒരു വഴക്കായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ പുറത്ത് കടത്തി. അവൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഈ കാർഡ് കണ്ടപ്പോൾ അവൻ ഹാപ്പിയായി. നമുക്കിനി അടുത്തത് കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതൊക്കെ പൊളിച്ചടുക്കി അവൻ വൃത്തിക്ക് തുറക്കാണ്ട്. അവൻ ഇത്രയും എൻ്റെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടാണ് അവൻ ഇത്രയും ഹാപ്പി. കാരണം എപ്പോഴും ബർത്ത്ഡേക്ക് അവൻ എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇന്നാണ് എനിക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുക്കാൻ സാധിച്ചത്. അടിച്ചോക്ക്, സ്നേഹം കൊണ്ടാണ് ഗൈസ്. ഫ്ലിപ്കാർട്ടല്ല, നോക്കണ്ട. തികയെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്, അറിയില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല. അതെ, ഹാപ്പി ഹാപ്പി. എങ്ങനത്തെ അതൊക്കെ ആര് ചെയ്തു തരിക? ഞാനാ. ഹാപ്പി ആയോ? കാണിച്ചോ.